എൻ്റെ പേര് ബിജു ജോൺ എന്നാണ്. मेरा नाम बिजू जॉन है. പ്രൈസ് ലോർഡ്. ഞാൻ കുടുംബമായി ഞാൻ ഗോവയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. मैं परिवार सहित गोवा में परमेश्वर की सेवकाई कर रहा हूँ. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് 2 വർഷത്തിന് മുമ്പ് ഞാനൊരു സ്വപ്നം കാണാനിടയായി. 2 साल के पहले मैंने एक सपना देखा था. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ യോഗനാം പാസ്റ്റർ ചർച്ചിലാണോ വീട്ടിലാണോ എവിടെയാണെന്നറിയത്തില്ല, എനിക്ക് പോയി പരിചയപ്പെടണം ഒന്ന് നേരിട്ട്. ഇതുവരെ ഞങ്ങൾ നേരിട്ട് അങ്ങനെ ഒത്തിരി വർഷത്തിന് മുമ്പ് ഞാൻ സ്തോത്രം എൻ്റെ നാട്ടിൽ പാസ്റ്ററും കുടുംബമായിട്ട് ആദ്യമായിട്ട് വന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന നടന്നു. അന്ന് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ശുശ്രൂഷിച്ച പാസ്റ്റർ ശുശ്രൂഷിച്ച സമയത്ത് तभी मैंने ये सोच लिया था कि मुझे पास्टर से परिवार से मिलना है. 2 साल पहले मेरे घर पे जब पास्टर मेरे गांव में आए तो मेरे घर पर आकर जब सेवकाई किया था. ഇത് ഞാൻ പറഞ്ഞു വരുന്ന വർഷങ്ങൾ എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ആ ആദിമ കാലഘട്ടത്തിലായിരുന്നു. ഞാൻ അന്യഭാഷ പ്രാപിച്ചിട്ടില്ലായിരുന്നു. അന്യഭാഷ ഞാൻ ചെറുതായിട്ടിങ്ങനെ പറയാൻ തുടങ്ങിയ സമയത്താണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രിയ പാസ്റ്റർ കടന്നു വരുവാനിടയായി. उस समय पर मुझे अन्य भाषा जस्ट मिला ही था. मैं ऐसा बोलना शुरू ही हुआ था अन्य भाषा. वो टाइम पे हमारे फास्टिंग प्रेयर पर पास्टर फिनी अंकल आए हुए थे. അന്ന് പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ വായിൽ വരുന്ന വാക്ക് വിട്ടുകൊടുക്കാൻ പറയാനിടയായി തീർന്നു. तो उस वक्त पास्टर ने ऐसे कहा कि जो तुम्हारे मुंह पर शब्द आ रहे हैं उसे फ्रीडम के साथ बोलने लगो. അങ്ങനെ ഞാൻ അന്യഭാഷ അന്ന് ഞാൻ പ്രാപിപ്പാനിടയായി തീർന്നു. वैसे मैंने उस अन्य भाषा प्राप्त किया. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചാൽ, അന്ന് മുതലുള്ള എൻ്റെ ആശയായിരുന്നു ഞാൻ ഈ കർത്താവിൻ്റെ ദാസൻ്റെ ചാനൽ ആസാദി ചാനലിൽ കാണുവാൻ ഒത്തിരി പ്രാവശ്യം ഒത്തിരി മീറ്റിങ്ങുകൾ ഞാൻ അതിനെ ലൈവിലും അല്ലാതെ ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യാൻ ഇടയായി തീർന്നിട്ടുണ്ട്. तब से मेरे जीवन एक बहुत बड़ी आशा थी कि मुझे पास्टर से वापस मिलना है और मैं वो चैनल भी जो है वो देखता रहता हूँ. काफ़ी गवाही मेरे जीवन में आशीष का कारण हुआ है. എനിക്കിപ്പോൾ എന്താണെന്ന് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ 89 നാട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് മലയാളം എനിക്ക് അത്ര അങ്ങോട്ട് സ്പീഡിൽ പെട്ടെന്ന് വാക്കുകൾ വരത്തില്ല. സോറി കേട്ടോ. അപ്പോൾ ഹിന്ദി അറിയാമെന്ന് വെച്ചാൽ അതും എനിക്ക് അത്ര കൃത്യമായിട്ടും അറിയത്തില്ല. ഞാനിപ്പോൾ ഗോവക്കാരുടെ നടുവിലായതുകൊണ്ട് അവരുടെ ഭാഷ പഠിച്ച് അവരുടെ നടുവിൽ വില്ലേജിലാണ്, കൊങ്കിണി ഭാഷ എന്ന് പറയും, അവരുടെ നടുവിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഷയ്ക്കകത്ത് ഇപ്പോൾ വളരെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എന്നാലും ഇന്ന് കർത്താവിൽ ഞാൻ ആശ്രയിച്ച് നിൽക്കുകയാണ്. കാരണം ദൈവം അത്ഭുതം ചെയ്യും. परमेश्वर पर भरोसा करके आज रुका हूं क्योंकि परमेश्वर अद्भुत कामों को करेगा. ഏത് ഭാഷക്കാരുടെ നടുവിലും കർത്താവിന്റെ വചനം പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്യും. कोई भी भाषा वालों के बीच में परमेश्वर की वचन अगर कहा जाए तो उनके मन में परिवर्तन लाएगा. മാനുഷികമായ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെന്നാലും എന്നെ ആദ്യമായിട്ട് ഞാൻ ഈ ചർച്ചിൽ വരുന്നതുകൊണ്ട് എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ എനിക്ക് തന്ന വചനം വായിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. इसके लिए मैं पहली बार इस कलीसिया में इसलिए मैं गवाही बोलकर एक वचन बोलकर मैं बैठना चाहता हूं. ഞാൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ബിജു ജോൺ എന്നാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. मेरा नाम मैंने कहा बिजू जॉन है. 3 बच्चे हैं. എനിക്ക് ഈ സുവിശേഷ പ്രവർത്തനമോ ഈ വചനം എടുക്കാനോ ഉള്ള യാതൊരു യോഗ്യതയും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. मुझे सेवकाई करने के लिए और इस वचन को उठाने के लिए कोई भी योग्यता मुझ पर नहीं थी. എനിക്ക് ഈ പെന്തക്കോസ്ത് ആരാധന എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു നീരസമായിരുന്നു. और ये पेंटकोस्त की आराधना जो है मुझे बिल्कुल भी पसंद नहीं था. ഞാൻ അതുകൊണ്ട് എൻ്റെ പെങ്ങളുടെ തല എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഓടിയ ആളാണ്. इसके लिए मैंने मेरे बहन को पत्थर से मारकर वहां से भागा हुआ व्यक्ति है. ആൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ നയഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ താമസം അവരുടെ ഭവനത്തിൽ വന്നപ്പോഴാണ്. वो यहाँ पर नायगांव में ही मेरी बहन रहती है. ആ സഹോദരിയുടെ തല എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഞാൻ പോയതാ നാട്ടിൽ നിന്ന്. उस बहन के सर को मारकर मैंने अपने गांव से भागा है. കാരണം ഈ ആരാധനയ്ക്ക് വലിയ താല്പര്യം എനിക്കില്ലായിരുന്നു. क्योंकि इस आराधना मुझे बिल्कुल पसंद नहीं ഈ था. ആരാധനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വീടി വലിക്കാൻ ഒക്കത്തില്ല, इस आराधना का खासियत यह है कि സിനിമ കാണാൻ പോകാൻ ഒക്കത്തില്ല, सिगरेट या मूवी नहीं देख മറ്റ് सकते, ലോകപരമായുള്ള ജീവിതത്തിലൊന്നും പോകാൻ കഴിയത്തില്ല എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിച്ചത്. तो दुनियादारी कोई चीज हम कर नहीं सकते, ऐसा एक चिंता मेरे अंदर था. അത് ശരിയാണ്. കാരണം ഈ പ്രാരംഭമായി പാസ്റ്റർ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഞാനും ഞങ്ങളുടെ നാട്ടിൽ 4 തിയേറ്റർ ഉണ്ടായിരുന്നു. രാംരാജ്, ചെല്ലൻ ടാക്കീസ്, തായ്ലക്ഷ്മി എന്ന് പറയുന്ന 4 തിയേറ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് മോർണിംഗ് ഷോ മുതൽ സെക്കൻഡ് ഷോ കണ്ടിട്ടേ ഞാൻ വീട്ടിൽ പോകത്തുള്ളായിരുന്നു. इसके लिए हमारे गांव में 4 थिएटर्स थे और मैं सारे थिएटर्स के सारे शोज देखकर मूवीज देखने के बाद ही मैं घर जाया അപ്പോൾ ഈ करता था. സിനിമ കൊട്ടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ അറിയാമല്ലോ, നല്ല പഠിത്തമായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രൈസ് ദി ലോർഡ്. तो फिर आप समझ सकते होंगे कि मेरी पढ़ाई कैसे रही होगी. पूरा टाइम मूवीज में ही जाता അപ്പോൾ था. അങ്ങനെ ഞാൻ ഓടി നടന്ന ഒരാളാണ്. ऐसा मैं भागने वाला एक व्यक्ति था. പെട്ടെന്ന് 1989 എൻ്റെ പപ്പ പറഞ്ഞ് എന്നെ നന്നാക്കാൻ വേണ്ടി എന്നെ ഗുജറാത്തിൽ വിട്ടതാ. लेकिन मुझे सुधारने के लिए मेरे पापा ने मुझे गुजरात ഞാനങ്ങനെ में भेजा था. സൂറത്തിൽ വന്നു. वैसे मैं सूरत में आया, गुजरात സൂറത്തിൽ में. 89 വന്നപ്പോൾ ഞാൻ അവിടെ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന്
ആ ചോക്ക് അടേജംപാട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകുന്നിടത്ത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൻ്റെ ഒരു ലൈനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പ്രൈസല്ലോ. तो वहाँ पर सूरत में एक जगह पर मैंने 89 में सूरत में आया था, वहाँ पर ऐसा एक लाइन भर के पूरा थिएटर्स ही है. അപ്പോൾ എൻ്റെ പപ്പ ഇവിടുത്തെ സിനിമാക്കോട്ട പേടിച്ച് എന്നെ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സിനിമാക്കോട്ടയുടെ ഒത്തിരി ലൈനിൽ കിടക്കുകയാണ്. तो मेरे पिता ने केरला का सिनेमा थिएटर से डर कर वहाँ भेजे थे, लेकिन उधर भी एक लाइन से पूरा सिनेमा थिएटर्स ही भरे हुए थे. ഞാനിത് പറഞ്ഞതിൻ്റെ ആശയം നമ്മൾ എവിടെ പോയിരുന്നാലും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടുന്ന കാര്യങ്ങളും അവിടെ എല്ലാം ഉണ്ട്. मेरे कहने का मतलब हम कहीं भी चले जाए, हमें जो नहीं चाहिए और जो हमें चाहिए सब कुछ उस जगह पर रहता ही है. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു നമ്മളെ പേര് ചൊല്ലി വിളിച്ചൊരു കർത്താവുണ്ട്. लेकिन परमेश्वर दास इस प्रकार से कहा हमें नाम लेकर पुकारने वाला एक परमेश्वर. അങ്ങനെയുള്ളവരായി ഇവിടെ ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. वैसे ही लोग यहाँ पर बैठे हुए हैं, मैं विश्वास करता हूँ. അല്ലാതെ ലോകത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു വേദിയല്ല. वैसे दुनिया के सब लोग इकट्ठा होने वाला एक जगह नहीं है. അപ്പൊ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കൂട്ടത്തിന് നടുവിലായിരിക്കുന്നത്. परमेश्वर ने हमें चुन लिया है, इसलिए ही हम आज इस झुंड के बीच में बैठे हैं. വെറുതെ ഒരു പേര് വിളിച്ചതല്ല, केवल यूं ही एक नाम लिया नहीं. ദൈവം അവന്റെ അത്ഭുത പേര് കൊണ്ട് അവന്റെ നമ്മുടെ പേര് മാറ്റി നമ്മുടെ സ്വഭാവം മാറ്റി നമ്മളെ കൊണ്ടുവന്നൊരു വേദിയാണിത്. परमेश्वर ने उसके अद्भुत नाम से हमें बुलाकर हमारा स्वभाव को बदलकर हमें परिवर्तन कर कर यहाँ पर हमें पहुंचाया है. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ എവിടെ കർത്താവിനെ ഒളിച്ച് നമ്മൾ എവിടെ പോയിരുന്നാലും इसके लिए हम परमेश्वर से छिपकर दौड़कर हम कहीं भी जाकर बैठ जाए, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കും. परमेश्वर हमें चुन लेते हैं. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. എവിടോട്ട് പോകുന്ന അറിയത്തില്ല. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. ആമേ, പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞു കണ്ടല്ലോ. ഞാൻ അങ്ങനെ ഗുജറാത്തിൽ വന്നു. സിനിമാക്കോട്ട ഒത്തിരി ഇടത്തുണ്ടായിരുന്നു. ഞാൻ അവിടെ സിനിമ കാണാനൊക്കെ പോയി മുമ്പോട്ട് പോയിരിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കട തുടങ്ങാനിടയായിട്ടുണ്ട്. ചായക്കടയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയത്തിലൊക്കെ കൊണ്ടുപോകുന്നു. ആമേ, ഞാൻ അങ്ങനെ ഒരു ചായക്കച്ചവടം തുടങ്ങി. അവിടെ 12 നമ്പർ റോഡ് എന്ന് പറയും, ഉദനയിലുള്ള 12 നമ്പർ റോഡിൽ എനിക്കൊരു ചായക്കച്ചവടം ഉണ്ടായിരുന്നു. അവിടെ സ്തോത്രം, ഞാൻ ആ ചായക്കച്ചവടമൊക്കെ ചെയ്ത് ഞാൻ 92-ലൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. वैसे मैंने गुजरात में आया, गुजरात में आकर वहाँ पर रहने लगा. 1992 में एक चाय की दुकान सब खोलकर मैं वहाँ पर रहने लगा. ഞാൻ ആ ചായക്കട തുടങ്ങിയപ്പോൾ അതിനകത്ത് വലിയ കച്ചവടം ഒന്നും തുടങ്ങില്ല. അന്നത്തെ അറിയാമല്ലോ, കട്ടിങ് ചായ എന്ന് പറയും. നമ്മുടെ ചെറിയ കപ്പിനകത്തുള്ള ഒരു നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മുടെ അണ്ണാക്ക് പോലും നനയത്തില്ല, അത്രയൊക്കെയുള്ള ചായയേ ഉള്ളൂ. അമ്മേ, ചാലു ചായ എന്ന് പറയും. അത് ഞാൻ ഒരു കവർ പാൽ, അന്ന് 12 രൂപയേ ഉള്ളൂ. ഒരു കവർ പാല് വാങ്ങിച്ചിട്ട് 62 കട്ടിങ് ചായ ഉണ്ടാക്കും. എത്ര നല്ല ചായ ആണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. मैंने चाय की दुकान चलाता था. उस समय कटिंग चाय, केरला वाले कहेंगे तो कटिंग चाय तो हमारे जुबान में वो गीला करने के लिए भी काफ़ी नहीं होता था, लेकिन वहाँ पर कटिंग चाय चलती थी. तो एक पैकेट दूध खरीद कर मैं 62 ऐसे कटिंग चायस बनाते थे. ആമേ, അങ്ങനെ ചായ കടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ലാഭമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്നോട് ഒരു സഹോദരൻ വന്ന് പറഞ്ഞു നമുക്ക് ലാഭം ഉണ്ടാക്കുക, ഒരു ബിസിനസ് ചെയ്യാം. ഞാൻ ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞു പോവാം, ദൈവവചനം കൂടെ പറയേണ്ടതുണ്ടായിട്ട്. പ്രൈസല്ലോ. അങ്ങനെ ഞാൻ ചായക്കച്ചവടം ചെയ്ത് ഒരു 91 എൻ്റെ ഒരു കൂട്ടുകാരൻ സന്തോഷം എന്ന് പറയും, മാവേലിക്കരയുള്ള സഹോദരനായിരുന്നു. वैसा मैंने एक चाय की दुकान कर रहा था, तो जो ज़्यादा फायदा कुछ मिल नहीं रहा था. तो एक दोस्त ने मुझसे आकर कहा कि हम एक बिजनेस पर जाते हैं जिसमें हमें थोड़ा सा बेनिफिट मिलेगा, प्रॉफिट मिलेगा. അങ്ങനെ അദ്ദേഹം വന്ന് പറഞ്ഞ് നമുക്ക് മദ്യക്കച്ചവടം തുടങ്ങാം. അങ്ങനെ ഞാൻ മദ്യക്കച്ചവടത്തിലേക്ക് പോയി. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ്. तो फिर मैंने वैसे शराब की बिजनेस खोलने के लिए हम उस पर चले गए. मेरे उधार पाने की पहले की बात है. ഇതെന്തിനാ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ മദ്യക്കച്ചവടത്തിന്റെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. പക്ഷേ ലോകം ഇന്ന് മദ്യത്തിലും മയക്കുമരുന്നിലേക്ക് യുവജനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് വളരെ ഭാരം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ ഇതൊന്നും പറയേണ്ട വേദിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ അങ്ങനെ ഞാൻ ആ മദ്യക്കച്ചവടത്തിലേക്ക് ഞാൻ കടന്നുപോയി. ഞാൻ മദ്യം കുടിക്കാൻ തുടങ്ങി. वैसे मैं उस शराब के बिजनेस में गया और मैं फिर शराब पीने भी लगा. അങ്ങനെ അവിടെയുള്ള നമ്മുടെ അറിയാലോ ചേരി പ്രദേശമാണ്. ആ ചേരിക്കാരെല്ലാം പിന്നെ ഞങ്ങളെ അടിക്കാനായിട്ട് വന്നു. फिर वहाँ के स्लम एरिया थे, वहाँ के लोग हमें मारने के लिए അടിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. तो उन्हें फ्री में देना है, इसके लिए ഇല്ലെങ്കിൽ അവർ പോലീസുകാരെ വിളിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത്. वरना वो पुलिस वालों को बुलाएंगे ऐसे बोलकर वो वहाँ पर. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ആയപ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ പിന്നെ അടിച്ചാലേ പറ്റത്തുള്ളൂ. फिर वहाँ पे रुकने के लिए हमें भी थोड़ा मारना ही पड़ेगा. ആ സമയത്ത് വലിയ ട്രെൻഡായിരുന്നു ദാതയാകുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. तो उस समय बहुत बड़ा ट्रेंड था कि दादा बनने वाला. അങ്ങനെ സ്തോത്രം ആ സഹോദരനുമായിട്ട് ഞങ്ങൾ അവിടെ ചില അടിപിടിയൊക്കെ നടത്തി. तो हम वहाँ पर जाकर थोड़ा मारपीट में भी लग गए. അങ്ങനെ
വലിയ വലിയ പേരൊന്നും കേൾക്കുന്നില്ല. കാരണം ഞങ്ങൾ പുതിയൊരു ട്രെൻഡിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. तो वहाँ पर हम नाम तो कमा नहीं पाए, तो हम एक नई ट्रेंड में आ അപ്പോൾ ഒരു गए. പുതിയ ആരെങ്കിലും നല്ല പേരുള്ള ആരെങ്കിലും അടിക്കാവുന്നുള്ള മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നു. तो जिसका नाम है थोड़ा सा फेमस है, उनको मारेंगे तो हम थोड़ा फेमस हो जाएंगे, सोच के हम उनको मारने അപ്പോൾ का ഞങ്ങൾ प्लान किए. താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ സ്തോത്രം ജാഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഉദന ജാഡ് എന്ന് പറഞ്ഞ तो സ്ഥലത്താണ് हम जहाँ पे താമസിക്കുന്നത്. रहते हैं उस जगह का नाम उदना झाड़ അപ്പോൾ नामक ഞങ്ങൾ जगह നടന്ന് था. ഇങ്ങനെ കച്ചവടം കഴിഞ്ഞ് രാത്രി നടന്നു വരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു പോലീസുകാരൻ, तो हम जब बिजनेस करने के बाद जब रात को चल कर आ रहे थे तो एक पुलिस वाला, അന്നൊക്കെ അദ്ദേഹം ലൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ഞങ്ങളുടെ സൈക്കിളിലൊന്നും മുട്ടി അദ്ദേഹം ഞങ്ങളാ മറിഞ്ഞു വീണു. അദ്ദേഹത്തിന് ലൂണ ആയിരുന്നു, അത് മുട്ട് ഞങ്ങൾ മറിഞ്ഞു വീണു. तो उनकी गाड़ी में टकरा कर हम गिर गए. हम तो लूना में थे. അത് ലൂണ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഇച്ചിരി മദ്യം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കൂടുതൽ കഴിച്ച് ചാടി എണ്ണിച്ച് 2-3 എണ്ണം കൊടുത്തു, 2-3 അടി ഞാൻ കൊടുത്തു. പ്രൈസല്ലോ. वो लूना में थे और हम साइकिल में थे, तो हम दोनों पिए हुए थे, तो हम फटाफट उठ के मारने लगे. അടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മേ പോലീസ് വാലെ മേരക്ക് മत മാറോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞപ്പോഴും ഇദ്ദേഹം വീണ്ടും അടിക്കാൻ തുടങ്ങി. मारने के बाद उस व्यक्ति ने कहा कि मैं पुलिस वाला हूँ, मुझे मत मारो, तो उसके बाद भी मारने നമുക്കിപ്പോൾ लगे. കിട്ടിയ പോലെ ഒരു അവസരം അവിടെയും കിട്ടി. പ്രൈസലോട്. तो यहाँ पर मिला हुआ एक मौका के समान उधर भी एक मौका मिला. അടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടുത്തെ 9-ാം നമ്പർ ലോട്ടറി പോലീസ് സ്റ്റേഷനാ. അവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന പോലീസുകാർ ഇദ്ദേഹത്തിന്റെ ആൾക്കാർ അവിടെ ചെന്ന് പറഞ്ഞു. പോലീസുകാരെല്ലാം അവിടെ ഓടി വന്നു. तो सारे पुलिस वाले वहाँ पर दौड़ कर आ गए. നമുക്കറിയാമല്ലോ പോലീസുകാർ വന്ന് അവിടെ നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും. फिर पुलिस वाले आने के बाद वहाँ खड़े रहने से क्या होता 89 है. എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നും ആയിട്ടില്ല എനിക്ക്. ഞാൻ അവിടെ നിന്ന് ഓടി, അദ്ദേഹത്തെ കളയാനല്ലാതെ വേറൊരു നിവൃത്തിയില്ലായിരുന്നു. ഞാൻ അവിടുന്ന് ഓടി ഉദന റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടുത്തെ റെയിൽവേ പാട്ടയൊക്കെ എങ്ങനെ ഞാൻ പറന്നുപോയോ ഓടിപ്പോയോ എന്നറിയത്തില്ല. ഞാൻ അവിടുന്ന് 92 നാട്ടിൽ വരുവാൻ കൃപ ചെയ്തു. तो फिर मुझे वहाँ से भागना पड़ा. मैं वहाँ से स्टेशन से किसी न किसी तरीके से भागकर 92 में वापस मैं केरल पहुँच गया. എൻ്റെ കൂടെയുള്ള സഹോദരന് ഓടാനും പറ്റിയില്ല, ചാടാനും പറ്റിയില്ല. അദ്ദേഹത്തെ പോലീസുകാർ വിളിച്ചോണ്ട് പോയി. मेरे साथ वाला जो भाई था ना ही वो दौड़ पाया, उसे पुलिस वाला पकड़ कर ले गया. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് അന്ന് നമുക്കറിയാം ഈ സ്കെയിലിന് പകരം അന്ന് ഒരു റൂള് തടി ഉണ്ടായിരുന്നു. പ്രൈസല്ലോ. तो उस जमाने में स्केल के बदले एक लकड़ी ആ हुआ തടി വെച്ച് करता था. നമ്മുടെ ചപ്പോത്തിക്ക് പകരം അദ്ദേഹത്തെ അങ്ങ് ഉരുട്ടുവാനിടയായി തീർന്നു. तो उसको बहुत ही पिटाई पड़ी. അങ്ങനെ ഞാൻ അവിടെ വെച്ച് നാട്ടിൽ അവിടെ ആ പ്രശ്നത്തോടെ നാട്ടിൽ വന്നപ്പോൾ അവിടെ ദാദ എന്ന് പറഞ്ഞൊരു പണ്ഡിറ്റ് എന്ന് പറഞ്ഞൊരു കറ്റാനത്തുകാരൻ ഒരു അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്നെ അതിൽ നിന്ന് അവർ ഒഴിവാക്കി തന്നു. വന്ന് പ്രൈസല്ലോ. केरला में आने के बाद मैंने एक भाई से मिला. വാപ്പസ് ഇവിടെ വരുന്ന സമയത്ത് എന്നെ ആ കേസിൽ നിന്ന് അവർ ഒഴിവാക്കി തന്നു. तो वापस मैं जब यहाँ पर आया तो मुझे उस केस में से मेरा नाम रिलीज कर दिया. അതുകൊണ്ട് ആ കേസിൽ എനിക്ക് പെടാൻ പറ്റിയില്ല. ദൈവകൃപയാൽ യേശുവിനെ അറിയാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. तो मैं उस केस में नहीं लगा और मैं यीशु को जानने लगा. നല്ല ജ്ഞാനമുള്ള നല്ല സ്തോത്രം നല്ല ക്വാളിഫിക്കേഷനുള്ള അവരുടെ നടുവിൽ എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞത് എൻ്റെ കഴിവല്ല, കർത്താവ് ചെയ്ത ഉപകാരം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. इतने अच्छे विश्वासियों के सामने जिनको अच्छा परिज्ञान है, जिनको अच्छा पोजीशंस है, जिसको अच्छे क्वालिफिकेशंस है, उनके सामने ऐसे खड़े होकर एक वचन देने के लिए परमेश्वर ने मेरे जीवन दिया मौका को मैं बहुत ही सौभाग्य समझता കാരണം हूँ. നല്ല ശ്രേഷ്ഠമായ പാട്ടുകൾ പാടി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇവിടെ പാടി നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടുവിൽ എൻ്റെ ഈ വാക്കുകൾ എത്രത്തോളം അത് അനുയോജ്യമായി മാറുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. मैं आपसे कहना चाहता हूँ कि परमेश्वर ने हमें चुन लिया है. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് ഈ വചനം എടുക്കുവാൻ കഴിവില്ലാത്തവനായിരുന്നു ഞാൻ പറയാനുള്ള കാരണം, ഞാനിത് മാറി നടന്ന ഈ സുവിശേഷ പ്രവർത്തനവും പാസ്റ്റർ ആവണമെന്നുള്ള ഒരു താല്പര്യവും അല്ലെങ്കിൽ വചനം എടുക്കണമെന്ന ഒരു താല്പര്യവും ഇല്ലാതെ ഞാൻ മാറി നടന്നതാണ്. मुझे पास्टर बनना है ऐसे कोई इच्छा नहीं थी, लेकिन मैं परमेश्वर से दूर भागने वाला व्यक्ति था. 2003 എന്നെ ദൈവം തൊട്ട്. 2003 में परमेश्वर ने मुझे ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ ശബ്ദം വനത്തിന്റെ തോലുകളെ ഉരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. वचन में इस प्रकार से लिखा कि परमेश्वर का आवाज जो है वृक्षों के उस चमड़े को भी उतारता है. ദൈവത്തിന്റെ ശബ്ദം മാൻപടകളെ പ്രസവിക്കുമാറാക്കുന്നു. परमेश्वर की आवाज हिरणियों को बच्चा पैदा करवाता है. ഈ ശബ്ദം ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ये आवाज कितने लोग ने सुना मुझे पता नहीं. ഞാൻ മാറി നടന്ന വ്യക്തിയെ എന്നെ രാത്രി ഒരു ദിവസം 2003
ഒരു ദിവസം രാത്രി എന്നോട് ദൈവം ഇടപെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. मैं ऐसे पीछे हटकर चलने वाला व्यक्ति 2003 में एक रात को परमेश्वर की आवाज मुझसे बात करने लगा. പറഞ്ഞതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഇവിടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടെന്ന് എനിക്ക് വാസ്തവമായി എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റി. वो पवित्र आत्मा ने ही मुझसे बात किया है, वो मैं समझ पाया. കാരണം കർത്താവിന്റെ ദാസൻ ഇടപെട്ടത് എല്ലാ വിഷയങ്ങളും അതിൽ കൂടെ ആയതുകൊണ്ട് മാത്രം എനിക്കിത് പറയാതെ പോകാൻ നിവൃത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. परमेश्वर का दास ने भी जो कुछ कहा वो सब इससे रिलेट होता है. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ യാതൊരു ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ ഇല്ലായിരുന്നു. मूसा को इस्राएल को नेतृत्व देने के लिए उसके पास कोई योग्यता എന്നാൽ नहीं थी. മോശയെ ദൈവം തെരഞ്ഞെടുത്തു. പ്രൈസ് ദി लेकिन ലോർഡ്. मूसा को परमेश्वर ने चुन നമുക്കറിയാം लिया. മോശയ്ക്ക് ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കണം. हम പ്രൈസ് जानते ദി हैं कि ലോർഡ്. मूसा को एक ही बात थी कि अगर परमेश्वर है तो मुझे देखना है. നമ്മളും പലപ്പോഴും അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് സംസാരിക്കണം. हम പ്രൈസ് भी ദി ലോർഡ്. कई बार ऐसा बोलते हैं यदि परमेश्वर है तो मुझसे बात करना. അതുകൊണ്ട് ആ ശബ്ദം എന്റെ ജീവിതത്തിലും കേൾക്കുവാൻ ദൈവം എനിക്കൊരു അവസരം वो തന്നു. शब्द मुझे भी सुनने के लिए परमेश्वर ने मौका ഞാൻ दिया. മാറി മാറി നടന്നൊരു വ്യക്തിയാ. പ്രൈസ് ദി मैं ലോർഡ്. दूर दूर चलने वाला व्यक्ति ഞാൻ था. 93 എനിക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം എന്നെ കൃപ ചെയ്തു. मैं 93 में उद्धार प्राप्त कर परमेश्वर के लिए खड़े होने के लिए परमेश्वर ने അന്ന് മുതൽ सहायता സുവിശേഷ किया. വേലയിൽ ഞാൻ മുമ്പോട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാ. तब से लेकर मैं सेवकाई में ही करने वाला एक व्यक्ति ഒത്തിരി हूँ. എടുത്തു പോയി വലിയ സൗഖ്യങ്ങൾ കാണുവാൻ ദൈവം കൃപ ചെയ്തു. बहुत പ്രൈസ് ദി जगह ലോർഡ്. पर जाकर चंगाइयों को देखने. ഇതൊന്നും വലിയ കാര്യമായിട്ടല്ല പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിച്ച ദൈവ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. मैं ये सब बातें बड़ा करके नहीं कह रहा हूँ, लेकिन जो परमेश्वर की आवाज जो मुझसे बात किया है वो क्या है मुझे पहचानना है. ആ ശബ്ദമാണ് പറയുന്നത് നമ്മളെ പേര് ചൊല്ലി വിളിച്ച ശബ്ദം. പ്രൈസ് ദി ലോർഡ്. वो शब्द को कहते हैं कि हमें नाम लेकर पुकारने वाला ആ शब्द. ശബ്ദമാണ് പേര് ചൊല്ലി വിളിച്ച ശബ്ദം. वो शब्द हमें नाम लेकर पुकारने वाला शब्द. എനിക്കിതിന് യോഗ്യതയില്ലെന്നും പറഞ്ഞ് ഞാൻ മാറി നടന്നപ്പോൾ 2003 ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. मुझे इसमें योग्यता नहीं है कहकर जब मैं दूर भाग रहा था तो परमेश्वर मुझसे ആദ്യം बात കേട്ട करने ശബ്ദം लगा. ഇങ്ങനെയാണ്. मैंने पहला शब्द ऐसा सुना था, സൗണ്ട് കുറച്ച് സംസാരിച്ചു. धीरे से बात किया. രണ്ടാമത് സംസാരിച്ച സംസാരം എന്റെ ഹാർട്ടിലാ കൊണ്ടുള്ള ഹാർട്ടിൽ. പ്രൈസ് ദി ലോർഡ്. दूसरी बार जब बात की वो मेरे हृदय पर लगा. എനിക്കറിയത്തില്ല. അപ്പൊ ഇത് പറയാനേ നമുക്ക് പറ്റൂ, അനുഭവിക്കാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. तो ये हम अनुभव किए बिना बोल नहीं ഈ सकते. 7 മണിക്കൂർ അവിടെ പോയി കിടന്നപ്പോ ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഇതെന്താ എനിക്ക് സംഭവിക്കാതെ. ഞാൻ ये നോക്കി 7 घंटा जब मैं आईसीयू में था, मैंने മാക്സിമം पूछा. നോക്കി ഈ ഹാർട്ട് അറ്റാക്കിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ആ ഉടിപ്പ് മാറ്റാൻ നോക്കി. പ്രൈസ് ദി ലോർഡ്. उस हार्ट अटैक के पेन को मैं रोकना की बहुत രാത്രി कोशिश 3 മണി किया. മുതൽ തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. रात को 3 बजे से वो आरंभ हुआ था. ഇതുപോലൊരു ശബ്ദം എന്നോട് ദൈവത്തിന്റെ ശബ്ദം എന്നോട് കേൾപ്പിക്കാൻ ദൈവം ഇടയാക്കി തീർത്തു. ऐसा एक शब्द परमेश्वर ने मुझे അന്ന് सुनाया. ഞാൻ പറഞ്ഞു കർത്താവേ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. मैंने पूछा परमेश्वर क्या ये हो എന്നോട് रहा പറഞ്ഞു है. നീ പടകം വലയും വിട്ട് ഇറങ്ങാൻ പറഞ്ഞു അന്ന് मुझसे രാത്രി. कहा कि तू अपनी जाल सबको छोड़कर परमेश्वर की അന്നേരം सेवा के लिए മനസ്സിലായില്ല निकल നമ്മുടെ जा. ജീവിതത്തിലും നമ്മളോട് ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പലപ്പോഴും. പ്രൈസ് ദി कई ലോർഡ്. बार परमेश्वर हमसे भी ऐसा ही बात करता ദൈവം रहता है. നമ്മളോട് സ്നേഹത്തോടും പറയും, परमेश्वर कभी हमसे प्रेम से भी कहता വേറെ है, വചനത്തിൽ പറയുന്ന വടിയോടും കൂടെ ദൈവം നമ്മളെ സ്നേഹിക്കും. कभी हमें डांट कर भी हमें प्रेम करता പ്രൈസ് ദി है. ലോർഡ്. നമ്മളെ സ്നേഹിക്കുന്നതെല്ലാം സ്നേഹത്തോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. हमें प्रेम करते समय हमेशा प्रेम से बात നമ്മൾ करता പോയി है. പോയി 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 കഴിയുമ്പോൾ അത് പിന്നെ അതിന് വാക്കുകൾക്ക് ശബ്ദം കൂടും, അതിന് लेकिन പ്രഷർ കൂടും. जितना दूर हम चले जाते हैं उतना परमेश्वर की आवाज की जो गंभीरता है वो बढ़ जाती എന്റെ है. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വന്ന ദൈവജനമേ, आज यहाँ पर इकट्ठा हुए हर एक परमेश्वर के बच्चों, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. परमेश्वर ने हमें क्यों चुन लिया है हमें वो समझना है. സമ്പാദിക്കുന്നത് ജോലി ചെയ്യുന്നതൊക്കെ കുഴപ്പമില്ല, हम जो कमाते हैं वो सब सारी बातें ठीक है, അതെല്ലാം നമുക്ക് വേണം. वो सब हमें जरूरत है. എന്നാൽ നമ്മളെ കുറിച്ച് ദൈവം വച്ചിരിക്കുന്ന പദ്ധതി ദൈവസന്നിധി നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കണം. लेकिन परमेश्वर ने हमारे लिए रखा हुआ परमेश्वर की योजनाएं वो पूरा करने के लिए भी हमें प्रयत्न करना है. ഇല്ലെങ്കിൽ ചിലത് നഷ്ടമായിട്ട് നമ്മൾ മടങ്ങി വരേണ്ടതായി വരും. नहीं तो कुछ नष्ट होकर हमें लौट कर आना എല്ലാം पड़ेगा. തരുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുവാൻ, जब हमें सब कुछ रहता है तो परमेश्वर खुशी के साथ सेवा करने के लिए, എല്ലാത്തിനും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരുവാൻ. हर एक बातों के लिए परमेश्वर को महिमा देने वाले बनकर. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്കിതിന് യാതൊരു കഴിവോ ബുദ്ധിയോ ജ്ഞാനം ഒന്നുമില്ല. क्यों मैं कह रहा हूँ? क्योंकि हमारे पास कोई योग्यता या कहने के लिए कोई बात कोई श्रेष्ठता नहीं है. ലക്ഷങ്ങളാണ് ഈ രാജ്യത്ത് ഈ ദേശത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. लाखों लोग इस दुनिया पर जो लोग आते हैं, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്, हमें परमेश्वर ने चुन लिया. ആമേ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. हमें शून्यता में से उसने चुन लिया है. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ തിരക്കേറിയ പട്ടണത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ ആമേ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നവരും നമ്മുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുന്നവരുമായിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. इसके लिए हम जब इस व्यस्त शहर पर हम जब है तो हम परमेश्वर की महिमा करने वाले, उसकी गवाहियों को प्रस्तुत करने वाले हो सके.